ഇപ്പോ ഈ ചികിത്സ മാറി ലഭിച്ച യുവതിയുടെ ബന്ധു അനുശ്രീ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുശ്രീ, അന്ന് എന്താണ് സംഭവിച്ചത്? ഹലോ, കേൾക്കാം അനുശ്രീ, എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ? 4-ാം തീയതി ഈ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും എന്നാൽ ഇവര് യാതൊരുവിധ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാതെ അന്ന് തന്നെ അസുഖം മൂർച്ഛിക്കുകയാണെങ്കിൽ വീടിനടുത്തോ വല്ലതുമുള്ള ന്യൂറോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും പറഞ്ഞിട്ട് പേഷ്യന്റിനെ വീട്ടിലേക്ക് വിടുകയായിരുന്നു. അതിനുശേഷം ഈ രോഗിക്ക്, അതായത് നിങ്ങൾ ഈ ശരീരവേദനയുമായി ഈ അസുഖവുമായി ആശുപത്രിയിലേക്ക് ചെല്ലുന്നു, രോഗവിവരം ഡോക്ടറോട് പറയുന്നു. ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് അടുത്തുള്ള ആശുപത്രിയിൽ പോകാനാണോ? ആ സമയത്ത് വേദനയ്ക്കുള്ള കാര്യങ്ങൾക്കും മെഡിസിനും കൊടുത്തതിന് ശേഷം കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ രോഗി വീട്ടിലേക്ക് ചെന്നതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും വല്ലാതെ വേദനയും തരിപ്പും കൂടി മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരേണ്ട ഒരവസ്ഥയാണ് വന്നത്. ഓക്കെ, അങ്ങനെ ആശുപത്രിയിലേക്ക് വന്നപ്പോഴാണോ ഇതുപോലെ മാനസിക രോഗത്തിനുള്ള ചികിത്സ ലഭ്യമാക്കിയത്? 4-ാം തീയതി വൈകിട്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും വന്നു. എന്നിട്ടും ഇവർ പല ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു രോഗമാണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ കണ്ടുപിടിക്കാനുള്ള ഇത് ഇവർക്ക് ഉണ്ടായില്ല. അതിനുശേഷം 3 ദിവസം കാഷ്വാലിറ്റിയിൽ പല ടെസ്റ്റുകളും ചെയ്തിട്ടും എന്താണ് രോഗം, അല്ലെങ്കിൽ ഈ നാവ് തരിപ്പ്, കാല് കുഴച്ചിൽ എന്നീ ന്യൂറോ വിഭാഗം സംബന്ധിച്ച എല്ലാ സിംറ്റംസും ഉണ്ടായിട്ടും എന്താണ് രോഗം എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രവണത ഇവരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഈ രോഗി വേദനയാൽ പൊളഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയായിരുന്നു. ആ സമയം പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു സംശയം കൊണ്ട് ഇവർ സൈക്യാട്രി വിഭാഗത്തിലേക്ക് ഇവരെ വിടുകയായിരുന്നു. ഓക്കെ, മനസ്സിലായി അനുശ്രീ. അതായത് രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അത് വന്ന ആളിന്റെ മാനസിക പ്രശ്നമാണ് എന്ന് കരുതി ഇവരെ സൈക്യാട്രിയിലേക്ക് വിടുകയായിരുന്നു ആശുപത്രി അധികൃതർ, അല്ലേ? സൈക്യാട്രി കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വിടുകയായിരുന്നു, പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ എന്ന് സംശയിച്ചിട്ട്. ശരി അനുശ്രീ, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്.